ഇന്നത്തെ ആ സുവിശേഷ ഭാഗം നമുക്ക് വായിക്കാം. നമ്മൾ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗം, പഠിക്കുന്ന സുവിശേഷ ഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 7-ഉം 8-ഉം ഭാഗമാണ്. 7-ഉം 8-ഉം. പ്രാർത്ഥിക്കുമ്പോൾ വിജാതിയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ളവരെയും, നമ്മളെ പരിശുദ്ധാത്മാവ് വളരെ മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരൊരാൾ വന്ന് പറഞ്ഞു, ഗുരു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. അതിൻ്റെ പാരലൽ, അത് ലൂക്കായിലാണെങ്കിൽ അതിൻ്റെ പാരലൽ ഭാഗമാണ് ഇവിടെ മലമുകളിൽ കാണുന്നത്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ അപ്പസ്തോലന്മാരെല്ലാം ഈശോയോട് വേറെ ഒന്നും പഠിപ്പിക്കാൻ പറഞ്ഞില്ല. കണ്ടോ, എന്താ പഠിപ്പിക്കാൻ പറഞ്ഞത്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ. യെസ്, നമ്മൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് വിശുദ്ധ അഗസ്റ്റീനോസ് പറഞ്ഞ ഭാഗമാണ്. അതിൽ ഇന്നലെ നമ്മൾ പഠിച്ചത് അനേകം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പലരും കരുതുന്നത് പോലെ നീണ്ട പ്രാർത്ഥന ചെല്ലുക എന്നതല്ല. കാരണം ഏറെ പറയുന്നത് ഒരു കാര്യം, സ്ഥിരം തീഷ്ണത മറ്റൊരു കാര്യം. എന്തെന്നാൽ കർത്താവിനെ പറ്റി തന്നെ അവിടുന്ന് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചുവെന്നും എഴുതപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് മാതൃക നൽകി. ഈജിപ്തിലെ സഹോദരന്മാർ കൂടെ കൂടെ പ്രാർത്ഥിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. പക്ഷേ അവ വളരെ ചെറുതായിരുന്നു. വേഗം ചെല്ലുന്ന സുഹൃത ജപങ്ങൾ പോലെ നമുക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും സമുചിതമായിട്ടുള്ള ആത്മാവിന്റെ തീഷ്ണതയെ ദീർഘ പ്രാർത്ഥനകളുടെ തുടർച്ച തകർക്കാതിരിക്കാനാണിത്. ഈ തീഷ്ണത എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു വലിയ രഹസ്യമാണ്, തീഷ്ണത. ഇനി അടുത്ത ഭാഗം കൂടി നമുക്ക് വായിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ആഴത്തിൽ പോകണം. ആത്മാവിന്റെ തീഷ്ണത ബലപ്രയോഗം കൊണ്ട് സൃഷ്ടിച്ചാൽ ദീർഘനേരം നിലനിൽക്കുകയില്ല എന്ന് ഇവിടെ വേണ്ട വിധം കാണിച്ചിട്ടുണ്ട്. അത് ദീർഘനേരം നിലനിന്നാൽ ബലാത്കാരം കൊണ്ട് തകർക്കരുത്. അപ്പോൾ പ്രാർത്ഥന ഏറെ സംസാരിച്ചു കൊണ്ടുള്ളതായിരിക്കരുത്, എന്നാൽ യാചനകൾ ഇല്ലാത്തതുമായിരിക്കരുത്. തീവ്രതയുള്ള ചൈതന്യത്തെ പിന്തുണയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്തെന്നാൽ പ്രാർത്ഥനയിൽ അമിത സംസാരം അത്യാവശ്യ കാര്യത്തിൽ ആവശ്യത്തിലേറെ വാക്കുകൾ ഉപയോഗിക്കലാണ്. അമിതമായ യാചിക്കൽ ശല്യപ്പെടുത്തലാണ്. ഹൃദയത്തിന്റെ സ്ഥിരം ചൂടുകൊണ്ട് അവിടുത്തെ ശല്യപ്പെടുത്തും. അവിടത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. മിക്കപ്പോഴും ഇത് വാക്കുകൾ കൊണ്ട് ഇതിനേക്കാൾ കൂടുതലായി നെടുവീർപ്പ് കൊണ്ടായിരിക്കും നടക്കുന്നത്. സംസാരത്തെക്കാൾ കൂടുതലായി വിലാപം കൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരാൾ ഇന്നലെ പറഞ്ഞൊരു സന്ദേശം ഇതാണ്: ബ്രദറെ, ഞാൻ വർഷങ്ങളായിട്ട് ഈ അതിൻ്റെ ഈ പേഴ്സണൽ പേര് പ്രാർത്ഥിക്കുമ്പോൾ എന്നിൽ വസിക്കുന്ന ത്രിത്വമേ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭൂതിയിൽ അങ്ങ് ലയിച്ചിട്ട് ഞാനങ്ങ് കരഞ്ഞു പോവുകയാണ്. പിന്നെ കുറേ നേരം ആ കരച്ചിൽ തന്നെയാണ്. എനിക്ക് വേറെ ഒന്നും പ്രാർത്ഥന വരുന്നില്ല. ചിലപ്പോൾ 1-2 മണിക്കൂർ ഇരുന്ന് ആ കരച്ചിലാണ് അവരുടെ. അതിനിവിടെ വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് നെടുവീർപ്പുകൾ കൊണ്ടായിരിക്കും, സംസാരത്തെക്കാൾ കൂടുതലായി വിലാപം കൊണ്ടായിരിക്കും. അപ്പോൾ പ്രാർത്ഥന എന്നത് ഈ വാക്കുകൾ കൊണ്ട് ഉള്ള പ്രാർത്ഥനയേക്കാൾ കൂടുതലായ വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രാർത്ഥനയിൽ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കരയണമെങ്കിൽ ചുമ്മാ കരയാൻ പറ്റില്ലല്ലോ. കരയുമ്പോൾ അതിന് ആന്തരികമായ ഒരു വേദന ഉണ്ടാകുന്നുണ്ട്, ഒരു വേദന. അപ്പോൾ ചിലപ്പോൾ ആ വേദന അങ്ങ് കൂടിയിട്ട് നമുക്ക് കർത്താവിനോട് അരിശം വരെ വരും ചിലപ്പോൾ. അപ്പോഴാണ് ചിലർക്ക് താങ്ങാൻ പറ്റാത്ത മാതിരി വേദന വരുമ്പോൾ അവർ കർത്താവിനെ പഴി പറയുകയും കംപ്ലൈൻറ്റ് പറയുകയൊക്കെ ചെയ്യും. അതൊന്നും കർത്താവിന് പ്രയാസമൊന്നുമില്ല. ഈ ആത്മാവിൻ്റെ തീഷ്ണത എന്ന് പറയണത് അതൊരു വിശ്വാസത്തിൻ്റെ രഹസ്യമാണ്.
വിശ്വാസം. ഈശോ പറഞ്ഞു, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ അത് തീഷ്ണതയാണ്. ഈ മലയോട് മാറാൻ പറഞ്ഞാൽ മാറും. നമ്മൾ പറയുമ്പോൾ കുറച്ച് ഒച്ചയൊക്കെ എടുത്ത് പോകും, പക്ഷെ അതൊന്നും അല്ല തീഷ്ണത. തീഷ്ണത എന്ന് പറയുന്നത് ആ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവമാണ്. ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് വേറൊരവസ്ഥയാണത്. അവിടെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം എല്ലാത്തിനോടും ദൈവത്തിൻ്റെ തന്നെ ഒരു ഇടപെടലായിട്ട് നമുക്ക് തോന്നും. ദൈവത്തിൻ്റെ തന്നെ ഇടപെടലായിട്ട്. ഞാനിപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു സംഭവം ഓർക്കുകയാണ്. ഒരു വലിയ പ്രതികൂല സാഹചര്യം ഉണ്ടാകാൻ പോകുന്നുണ്ട് എന്ന് പരിശുദ്ധാത്മാവ് എനിക്കൊരു സൂചന തന്നു. അതാണ് ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാന ഒരു കാര്യം. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാനിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളെക്കുറിച്ചെല്ലാം കർത്താവ് മുൻകൂട്ടി നമ്മളെ അറിയിക്കും. അറിയിക്കുമ്പോൾ നമ്മളത് കേൾക്കണം, കേട്ട് നമ്മളത് സ്വീകരിച്ച് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം. അപ്പോഴാണ് തീഷ്ണത. നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്, കർത്താവിനോടൊപ്പമാണ്, കർത്താവിൻ്റെ ഒരു ശാഖയാണ്, കർത്താവിൻ്റെ ഒരു ഉപകരണമാണ്, കർത്താവിൻ്റെ പ്രിയ മകനാണ്. നമുക്ക് എന്ത് ദൂഷ്യവും വരാൻ കർത്താവ് അനുവദിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കണം. പക്ഷെ അതേ സമയത്ത് നമ്മൾക്ക് ഭയാനകമായ അവസ്ഥ ഉണ്ടാകുന്നു. എന്ത് കർത്താവാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ ദേഷ്യപ്പെടാൻ എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ അതൊരു ഒരു എഡ്ജാണത്, ഒരു നാരോ സൈഡാണത്. ഒരല്പം മാറിയാൽ മതി അതും ആ വ്യത്യാസം ഉണ്ടാകാൻ. നമ്മുടെ വളർച്ചയുടെ ഒരു വശമാണത്. അപ്പോൾ അന്ന് രാവിലെ തലേ ദിവസമേ എനിക്ക് മനസ്സിലായി എന്തോ ഭയാനകമായ സംഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഞാൻ മുഴുവൻ സമയവും പ്രാർത്ഥനയിലായിരുന്നു. കർത്താവേ ശക്തിപ്പെടുത്തണേ. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമുക്കങ്ങ് വല്ലാത്തൊരു പാരവശ്യം വരും. അത് വരുമ്പോൾ നമ്മൾ മനസ്സിലാവും എന്തോ സംഭവം ഉണ്ടാകാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സാധാരണ ഉണ്ടാകാറുള്ള കാര്യമാണ്. അവിടെ ചിലപ്പോൾ നമ്മൾ പതറിപ്പോവും. ഒരുപാട് പ്രാവശ്യം എനിക്ക് പതർച്ച വന്നിട്ടുണ്ട്. നമ്മൾക്ക് പ്രതികൂലമായിട്ട് ഒരാൾ വന്ന് നമ്മളോട് അതുപോലെ സംസാരിക്കുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു. നമ്മൾ ആ വ്യക്തിയോട് നമ്മളും എതിർത്ത് സംസാരിക്കുന്നു. മറിച്ച് അവിടെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ പഠിക്കണം. അപ്പോൾ ഈ സംഭവത്തിൽ എനിക്ക് ഭയങ്കര വിജയമായിരുന്നു. ഇവിടെ ഞാൻ പതറിയില്ല. ഈ ഭയാനകമായ സംഭവം എന്നെ അദ്ദേഹം അടുത്ത് മുറിയിലേക്ക് വിളിപ്പിച്ചുകൊണ്ട് നേരിട്ട് എന്നോട് പറയാണ് ഈ കാര്യം. എന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഞാനത് വളരെ സമാധാനത്തോടെ സ്വീകരിച്ചു. അതാണ് തീഷ്ണത. അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞാനിപ്പോൾ ഒന്നും കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് അതെളുപ്പം മനസ്സിലാവും. ഞാൻ വളരെ ശാന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ പ്രതീക്ഷിച്ച് കാണുമെന്ന്. എൻ്റെ സാധാരണ സ്വഭാവം അനുസരിച്ച് ചിലപ്പോൾ ഞാൻ ചൂടായിട്ടൊക്കെ സംസാരിക്കാനായിട്ട് സാധ്യത. പക്ഷേ ഞാൻ അതിന് പകരം വളരെ ശാന്തനാണ്. ഇത് അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി കാണും. പക്ഷെ എൻ്റെ അകത്ത് ശാന്തത ഉണ്ടാകുന്നതിൻ്റെ കാരണം തീഷ്ണതയാണ്. എന്താണെന്നറിയാമോ തീഷ്ണത? ഞാൻ ഈ തീഷ്ണതയെക്കുറിച്ച് പറയാണ്. ഞാൻ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഇന്നലെ തലേ ദിവസം മുതലേ ഉള്ള ഒരു സീൻ, ഒരു രംഗം, ഈശോ പീലാത്തോസിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗമാണ്. പീലാത്തോസ് പറയാണ്, നിന്നെ കൊല്ലാനും വിട്ടയക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് എനിക്കറിയോ എന്ന് പറയുമ്പോൾ ഈശോ വളരെ കൂളായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ പിതാവ് തന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് എൻ്റെ മേൽ ഒരധികാരം ഉണ്ടാവില്ലായിരുന്നു. വളരെ കൂളായിട്ട്. എൻ്റെ പിതാവ് എന്നെ കൊല്ലാൻ നിനക്ക് അധികാരം തന്നതുകൊണ്ടാണ് നീ ഇതൊക്കെ ചെയ്യണമെന്ന്. എൻ്റെ പിതാവ് നിനക്ക് അധികാരം തന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്കൊരധികാരം ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. 30 വർഷമായിട്ട് മറ്റെല്ലാ ജോലികളും ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി മാത്രം രാവും പകലും ജോലി ചെയ്യുന്ന ആളാണ്. എന്നെ ആരെങ്കിലും പീഡിപ്പിക്കുകയോ എന്നോട് എന്തെങ്കിലും മോശമായിട്ട് പറയുകയോ എന്നെ അവഹേളിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എൻ്റെ പിതാവ് അനുവദിച്ചതുകൊണ്ടാണ്. ഈ ഒരു ബോധ്യമാണ് അന്ന് എനിക്കുണ്ടായത്. അത് ചില സമയത്ത് എനിക്കത്
ചില സമയത്ത് പെട്ടെന്ന് ഞാനങ്ങ് ചിലപ്പോൾ പ്രതികരിച്ചു പോകും. അതിൻ്റെ കാരണം ഞാനത് മുൻകൂട്ടി പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ സാധാരണ പരിചയം. ഞാൻ നിങ്ങളോട് ഇതെല്ലാം പറയണത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്. 30 വർഷത്തെ എൻ്റെ പ്രാർത്ഥന അനുഭവത്തിൽ നിന്നാണ് ഞാനിതെല്ലാം പറയണത്. ഇത് നിസാര കാര്യമല്ല. 3 ശതാബ്ദങ്ങളുടെ കാര്യമാണിത്. ഇത് തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അതുപോലെ ഭയാനകമായ അവസ്ഥകളിലൂടെ കടന്നു പോന്നിട്ടുള്ളതാണ്. അതിലെല്ലാം ഇപ്പോൾ അഭിമാനമാണ്. കാരണം ഓരോരുത്തരും പറയുമ്പോൾ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിലെ അതേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എങ്ങനെ നമുക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റിയെന്നൊക്കെ ഉള്ളത് നമ്മളുടെ അനുഭവത്തിൽ നിന്നും ആ അനുഭവം സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഇപ്പൊ തീഷ്ണത വരുന്നത് സുവിശേഷം ഈശോയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതിനെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പൊ ഒരാളെന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഈശോ എന്താ ആ സാഹചര്യത്തിലുണ്ടായ ഒരു സംഭവം, ഈശോയുടെ ഏത് വചനത്തിനത് മാച്ച് ആവും നോക്കണം. അപ്പോഴാണ് തീഷ്ണത. അപ്പൊ ഞാനിത് ആ പ്രശ്നത്തെ അങ്ങ് സ്വീകരിക്കുകയാണ് ഞാൻ ചെയ്തത്. കാരണം എൻ്റെ പിതാവ് അറിയാതെ എന്നെ ആർക്കും ഒരു വാക്ക് പോലും പറയാൻ പറ്റില്ല എന്ന ഈശോയുടെ ആ ബോധ്യം തന്നെയാണ് നമുക്കുണ്ടാകേണ്ടത്. അതൊന്നും കൂടി നിങ്ങളൊന്ന് ഓർക്കണം, നല്ലതാണ്. പിലാത്തോസ് പറയാണ്, അവൻ്റെ സകല അധികാരവും വെച്ചുകൊണ്ട് നിന്നെ വിട്ടയക്കാനും കൊല്ലാനും ഉള്ള അധികാരം എനിക്കുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? എന്ന് പറയുമ്പോൾ ആരോടായി പറയണേ? അതാണ് അജ്ഞത എന്ന് പറയണത്. അജ്ഞത എന്ന് പറയണത് പിലാത്തോസ് സ്ഥലത്തെ ഗവർണറാണ്, വലിയ അധികാരിയാണ്. എന്നാൽ അയാളിലുള്ള അജ്ഞത എന്താണ്? ഈ മുൻപിൽ നിൽക്കുന്ന ആള് എന്തിന് അയാളെ കുറ്റം പറയണു? അയാളെ അടുത്ത് ഏൽപ്പിച്ച മഹാപുരോഹിതന്മാർക്ക് പോലും ആ ആളെ മനസ്സിലായിട്ടില്ല. അതൊരു വശം. പക്ഷേ ഇവിടെ ഈശോ പറയാണ്, എൻ്റെ പിതാവ് നിനക്ക് അധികാരം തന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഇതായിരിക്കണം നമ്മുടെ ഭാഷ, ഇതായിരിക്കണം നമ്മുടെ തീഷ്ണത. ഇതാണ് തീഷ്ണത എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. തീഷ്ണത എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സന്തോഷത്തിൽ വളരെ സന്തോഷം, സമാധാനം, എല്ലാം ഭംഗിയായിട്ട് നടക്കണു, എല്ലാം വരണു പോകുന്നു, അതിൽ തീഷ്ണതയൊന്നുമില്ല. തീഷ്ണത എന്ന് പറയുന്നത് ഒരു ഭയാനകമായ പ്രതികൂല സാഹചര്യം വരുമ്പോൾ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നനുസരിച്ചിട്ടാണ്. അതും ദൈവത്തിന്റെ കരത്തിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ ഇതിനെ എങ്ങനെ എടുക്കും. ഒരുപക്ഷെ ഞാൻ പറയാണ്, എന്താ കർത്താവെ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യണം, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് ഇതേമാതിരി ഇവരെ കൊണ്ട് എന്നെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? ഇതിനാണോ കർത്താവ് എന്നെ വിളിച്ചത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ജോലി വിട്ടു പോകും, ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കർത്താവിന് വേല ചെയ്യില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് പോവുകയാണ്, ഞാൻ വീട്ടിൽ പോവുകയാണ്, എനിക്കിത് പറ്റൂല. ഇത് തീഷ്ണതയൊന്നുമല്ല. അതിൽ തീഷ്ണതയുണ്ടോ? പറയണ കേട്ടാൽ അതിൻ്റെ തീഷ്ണതയാണ് തോന്നും. പക്ഷേ നമ്മൾ വെറും പുല്ല് പോലെ ആയിപ്പോയി, മണ്ണാങ്കട്ട പോലെ ആയിപ്പോയി. മറിച്ച് ആ സമയത്ത് കർത്താവ് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തോമാസേ, നീ എന്താണ് പ്രതികരിക്കണേ? അപ്പോൾ എനിക്ക് അതുപോലെ പറയാനുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനും വിഷമിച്ചപ്പോൾ ചിലപ്പോഴൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പശ്ചാത്തപിച്ചിട്ടുണ്ട്. കർത്താവ് എന്നോട് ക്ഷമിക്കണേ, ഞാനത് കൺട്രോൾ വിട്ടു പോയി. ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു പോയില്ല, ഞാനെല്ലാം. അപ്പോൾ തീഷ്ണത എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി 100% പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കെ നമുക്കെതിരെ പ്രതികൂല സാഹചര്യങ്ങൾ വരുന്നു. ആ സമയത്ത് നമ്മൾ ഒരു സങ്കീർത്തനം, എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. സങ്കീർത്തനം 57 എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും, എൻ്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഞാൻ പ്രഭാതത്തെ ഉണർത്തും. ഇതാണ് അചഞ്ചലമായ ഒരവസ്ഥ. അപ്പൊ ഇതാണ് തീഷ്ണത കേട്ടോ. ഇവിടെ സങ്കീർത്തനം 57 ആദ്യം പറയുന്നുണ്ട്, അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം
അപ്പൊ ഈ വിനാശം എന്ന് പറഞ്ഞാൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ്. കൊടുങ്കാറ്റിന്റെ ഗുണം എന്താണെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്താ കൊടുങ്കാറ്റിന്റെ ഗുണം? കൊടുങ്കാറ്റിന് വല്ല ഗുണമുണ്ടോ? ഗുണമുണ്ട്. എന്താ? അതൊരു സ്ഥലത്ത് നിൽക്കില്ല, അതുടനെ പോകും. ഹല്ലേലൂയ. അതുടനെ പോകും, അത് കടന്നു പോകും. ഇതൊരുപാട് പേരെ സമാധാനിപ്പിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ പറയാണ്, നമ്മൾ കൊടുങ്കാറ്റെന്ന് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഭയവും. എന്താണ് കൊടുങ്കാറ്റിന്റെ ഗുണം? എന്താ? അത് ഉടനെ കടന്നു പോകും. അത് പോയി കഴിയുമ്പോൾ പിന്നെ ഭയങ്കര ശാന്തതയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും. ഇതുണ്ടാകുന്നില്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ക്രിസ്തു കേന്ദ്രീകൃതത്വമല്ല. ക്രിസ്തു കേന്ദ്രീകൃതത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആ പാതകൾ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴിയിലൂടെയാണ് നമ്മുടെ കുരിശ്, ഈ നമ്മുടെ ജീവിതം, നമ്മുടെ ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടാകണം, ഇല്ലെങ്കിൽ വായിക്കണം, നല്ലത് വായിക്കണം. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്താനുകരണം എന്നത്. ക്രിസ്താനുകരണം അതിൻ്റെ PDF എൻ്റെ കയ്യിലില്ല, ചോദിക്കണ്ട. ബൈബിൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു പുസ്തകമാണ് ക്രിസ്താനുകരണം, തോമസ് എക്കേംബെനിസ്. ഞാനത് അധികമൊന്നും വായിച്ചിട്ടില്ലെങ്കിലും ഒരു അധ്യായം, പ്രധാനപ്പെട്ട ഒരു അധ്യായം ഇടയ്ക്കിടയ്ക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒരു അധ്യായം അതിനകത്തെ 2-ാം പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം. ആ 2-ാം പുസ്തകത്തിലെ 12-ാമത്തെ അധ്യായം പറയുന്നത് ദ റോയൽ വേ ഓഫ് ദ ക്രോസ് എന്നാണ് പറയുന്നത്. ദ റോയൽ വേ ഓഫ് ദ ക്രോസ്. വേ ഓഫ് ദ ക്രോസ് എന്നല്ല കേട്ടോ പറയുന്നത്, അത് ഏറ്റവും നീണ്ടൊരു അധ്യായമാണ്. ദ റോയൽ വേ ഓഫ് ദ ക്രോസ്, അതായത് രാജകീയ കുരിശിൻ്റെ വഴി രാജകീയ വഴിയാണത്. എന്നാൽ ഈ രാജാവാണ് അതിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിലെ ഈ തീഷ്ണതയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ആർത്തുല്ലസിച്ച് പാടുന്നു, ഹല്ലേലൂയ പാടുന്നു, സ്തുതിച്ച് പാടുന്നു, അതെല്ലാം തീഷ്ണതയുടെ ഒരു ലെവലാണെങ്കിലും അതെല്ലാം കഴിയുമ്പോൾ വേറൊരു വശം വരും. ഒരു ഭയാനകത, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ. നമ്മൾ കർത്താവിന് വേണ്ടി സർവ്വതും ചെയ്തിട്ടും എല്ലാവരും നമ്മളെ ഇട്ടിട്ട് പോകുന്നൊരവസ്ഥ, എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥ, കർത്താവ് തന്നെ നമ്മളെ തിരസ്കരിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ, ശരിക്കും അങ്ങനെ തന്നെ തോന്നുന്ന ഒരവസ്ഥ. അവിടെ നമ്മൾ വിശ്വസിക്കണം, കർത്താവേ ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട്, നീ എൻ്റെ കൂടെ തന്നെയുണ്ട്. അവിടെ നമുക്ക് പതറാതെ, അതിനാണ് അചഞ്ചലം എന്ന് പറയുന്നത്. എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്, ഞാനങ്ങയെ പാടിപ്പുകഴ്ത്തും. അപ്പോ ഇത് കർത്താവ് നമ്മളെ അനുഭവിപ്പിക്കും പല സാഹചര്യങ്ങളിൽ. ആ അനുഭവിപ്പിക്കുന്നത് നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളെ വളർത്തുന്നത് വളർത്തുന്നതാണ്. പ്രശ്നങ്ങളുടെ മധ്യത്തിൽ കൊണ്ടുവന്നിട്ടിട്ടാണ് നമ്മളെ വളർത്തുന്നത്. അല്ലാണ്ട് ഇവിടെ തിയറി ഒന്നുമില്ല. ഇവിടെ തിയറിയല്ല, ഇവിടെ പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാരോട് പറഞ്ഞു, കേരള മക്കളെ നമുക്ക് അക്കരയ്ക്ക് പോവാം എന്ന് പറഞ്ഞു. വള്ളത്തിൽ കയറ്റിയ വഴി തന്നെ കർത്താവ് തന്നെ വെള്ളത്തിൽ അലയടി ഉണ്ടാക്കിക്കുകയാണ്. വെള്ളവും തിരമാലകളൊക്കെ കർത്താവിൻ്റെ അല്ലേ. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടാകട്ടെ, തിരമാല ഉണ്ടാകട്ടെ. ഉണ്ടായി. ഭയങ്കര തിരമാലകൾ, ആർത്തിരബുദ്ധ തിരമാലകൾ. മുക്കുവന്മാരായിട്ടുള്ള യുവന്മാർ കിടന്നിട്ട് ആർപ്പ് വിളിക്കണം, കർത്താവേ ഞങ്ങളിപ്പോൾ ചാവും. ഇത് തന്നെയാണ് നമ്മളും പറയാറുള്ളത്. അയ്യോ ഞാനിപ്പോൾ ചത്തുപോവേ, ഞങ്ങളിപ്പോൾ ചാവും. കർത്താവ് അവരുടെ ഉള്ളത്തിലുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ആ സമയത്ത് അതൊന്നും ഓർക്കുന്നില്ല. ആ സമയത്ത് കർത്താവിനെ ഓർമ്മയില്ല, തിരമാലകളെയും കാറ്റിനെയുമാണ് കാണുന്നതെല്ലാം. എൻ്റെ ഹൃദയം അചഞ്ചലമാണ് ദൈവമേ എന്ന് അവിടെ പറയാൻ പറ്റണമെങ്കിൽ ആ അലറുന്ന തിരമാലകളുടെ സമയത്ത് കർത്താവേ എനിക്കൊരു പ്രശ്നമില്ല, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ശാന്തമായിട്ടിരിക്കാൻ പറ്റണം. എടാ തിരമാലേ, എൻ്റെ കർത്താവാണ് നിന്റെ സൃഷ്ടാവ്, ആ സൃഷ്ടാവ് എൻ്റെ കൂടെയുണ്ട്. അദ്ദേഹം ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങാണ്. എണിപ്പിക്കണോ? അതുകൊണ്ട് മര്യാദയ്ക്ക് ശാന്തമായിരുന്നോ? ഇതുപോലത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടെങ്കിൽ അതിന് തീഷ്ണത എന്ന് പറയാം. മറിച്ച് കിടന്നിട്ട് ഒച്ചയമ്പാൽ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ അതൊരു പഠനത്തിന്റെ ഒരു സ്റ്റേജാന്ന് വിചാരിച്ചാൽ മതി. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ബഹളം ഉണ്ടാക്കില്ല. അപ്പൊ ബഹളം ഉണ്ടാക്കി ഈശോ എണിറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ ഈശോ ഇവരോടെ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെയാ? അല്പവിശ്വാസികളെ,
അപ്പോൾ നമ്മളെ തീഷ്ണത പഠിപ്പിക്കണം. പ്രാർത്ഥനയിലൂടെയാണ് നമ്മൾ തീഷ്ണത പഠിക്കുന്നത്. പ്രാർത്ഥനയിലൂടെ മാത്രമല്ല, പ്രശ്നങ്ങളിലൂടെയാണ്. നമ്മൾക്ക് 4 വശത്തും ഭയാനകമായ പ്രശ്നം. കണ്ടോ, ഡാനിയലിനെ സിംഹക്കുഴിയിലിട്ടു. ഡാനിയൽ അവിടെ കിടന്ന് ഒരു ഒച്ചയും പോലും ഉണ്ടാക്കില്ല, കൂളായിട്ട് അവിടെ ഇരുന്നു. കണ്ടോ, സിംഹങ്ങൾ വന്നിട്ട് ഡാനിയലിനെ കൂടെ തന്നെ അവിടെ ഉപവസിക്കണു. തീഷ്ണത. ഡാനിയലിന്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന കർത്താവുണ്ട്. ആ കർത്താവ് തന്നെയാണ് സിംഹത്തിൻ്റെയൊക്കെ സിട്ടാവ്. അപ്പോൾ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ കർത്താവുണ്ട്. കർത്താവ് അറിയാതെ നമുക്കൊന്നും ഉണ്ടാവില്ല. ഒന്നെല്ലാവരും മനസ്സിൽ കണ്ടേ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്താണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതിലും വലിയ പ്രശ്നമുണ്ടായാലും തീഷ്ണത കൈവെടിയരുത്. തീഷ്ണത എന്ന് പറയുന്നത് ആ സമയത്തുള്ള ശാന്തതയാണ്. കർത്താവേ, ഈശോ പറഞ്ഞു, എൻ്റെ പിതാവ് അറിയാതെ നിനക്ക് എൻ്റെ മേലൊരു അധികാരം ഉണ്ടാവില്ല. നിനക്കെന്നല്ല, ഈ ലോകത്തിലുള്ള ആർക്കും. ആ തീഷ്ണത നമുക്കൊന്ന് ഉൾക്കൊള്ളാം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ അവസ്ഥയിൽ നമുക്കൊന്നുകൂടി അതിനെ ഓർത്ത് നന്ദി പറയാം. ആ അവസ്ഥയിൽ, കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിലായിരുന്നു. അങ്ങാണ് എന്നെ അതിലൂടെ കടത്തിക്കൊണ്ടുപോയത്. അങ്ങ് എന്നെ കടത്താൻ അനുവദിച്ചത് എന്നെ ശക്തനാക്കാൻ വേണ്ടിയാണ്, എനിക്ക് കരുത്ത് നൽകാൻ വേണ്ടിയാണ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്, എന്നെ തീഷ്ണനാക്കാൻ വേണ്ടിയാണ്, എൻ്റെ ഉള്ളിൽ തീഷ്ണത ഉണ്ടാകാൻ വേണ്ടിയാണ്. തീഷ്ണതയുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ നിസാര പ്രശ്നങ്ങൾ വരുമ്പോൾ കിടന്ന് ബഹളം ഉണ്ടാക്കി ഉടനെ മീഡിയയിലും അവിടെയും ഇവിടെയും എല്ലാം ചപ്പും ചവറും പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നതിൽ ഒരു തീഷ്ണതയുമില്ല. അവിടെ പീലാത്തോസിന്റെ മുമ്പിൽ ശാന്തനായി നിൽക്കുന്ന കർത്താവ് ഈശോ മിശിഹായെ പോലെ കൂളായിട്ട്, എൻ്റെ പിതാവ് നിനക്ക് അധികാരം തന്നില്ലായിരുന്നുവെങ്കിൽ നിനക്ക് എൻ്റെ മേലൊരധികാരം ഉണ്ടാവില്ല എന്ന് ശാന്തമായിട്ട് പറയാൻ സാധിക്കണം, ശാന്തമായിട്ട് ചിന്തിക്കാൻ സാധിക്കണം. അതാണ് വിശ്വാസം.